അനുഭവങ്ങളുടെ ഒരു പകലായിരുന്നോ ഇന്ന്? കൃഷ്ണരാജെ, അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവത്തിൻ്റെ ദിനം തന്നെയായിരുന്നു ഇന്ന്. സൂര്യൻ അസ്തമിച്ച മുതൽ ഇന്നലെ മുതൽ കേട്ട വാർത്തയിൽ ഇന്ന് ഏറ്റവും അടുത്ത് നിന്ന് കാണേണ്ടി വന്ന നിസ്സഹായമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം രാവിലെ മുതൽ അരുണിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്നും ഭാര്യ വീട്ടിലേക്ക് പോകുന്നു ഉച്ചയോടെ. വൈകുന്നേരത്തോടുകൂടി ഏകദേശം 3 മണിയോടുകൂടി മൃതദേഹം അവിടെ എത്തുന്നു. വലിയ സങ്കടത്തോടുകൂടി അരുണിൻ്റെ മൃതദേഹം ഭാര്യ വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഒരു ഭാര്യയുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സ്വീകാര്യനായ ഒരു ഭർത്താവ് മാറുന്ന കാഴ്ച കാണേണ്ടി വന്നു. ഇന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചതാണ്. കാരണം അരുൺ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ തന്നെ, അവിടുത്തെ വലിയൊരു ജനക്കൂട്ടം അവിടേക്ക് എത്തുന്നു. അമ്മമാരെത്തുന്നു. കൊച്ചു കുട്ടികളുമായിട്ടൊക്കെയാണ് അമ്മമാരെത്തിയത് അരുണിനെ കാണുന്നതിലേക്ക് വേണ്ടി. കാരണം അരുണിൻ്റെ നാട്ടിൽ വിളിക്കുന്നത് സാബു എന്നാണ് അരുണിനെ വിളിക്കുന്നത്. അപ്പോൾ സാബുവിനെ കാണാൻ വേണ്ടി, അവസാനമായി കാണാൻ വേണ്ടി എല്ലാ പ്രാവശ്യവും ഇവിടെ എത്തുന്ന സമയത്ത് വലിയ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ സാബുവിനെ ഒന്ന് കാണണം, അരുണിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ എത്തിയ നിരവധി പേർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ തന്നെ തയ്യാറായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. കാരണം അവിടെ എത്തുമ്പോഴൊക്കെ അവർ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കാരണം അരുണിന് 2 മക്കളാണ്, അഷ്ടമിയും അമയും. 13 വയസ്സുകാരിയായ അഷ്ടമി അവിടെ താമസിക്കുന്നത്. അതായത് വെമ്പായത്തിനടുത്ത് പൂവത്തൂരാണ് അരുണിൻ്റെ ഭാര്യ വീട്, വിനീതയുടെ വീട്. അപ്പോൾ അവിടെ അടുത്തൊരു സ്കൂളിലാണ് അഷ്ടമി പഠിക്കുന്നത്. അഷ്ടമിയുടെ പഠനം അത് വലിയൊരു സ്വപ്നമാണ്. ആദ്യത്തെ മകൾ എന്ന തരത്തിൽ വലിയ സ്വപ്നമാണ് അരുണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഈ അഷ്ടമിയുടെ പഠിത്തവുമായി ബന്ധപ്പെട്ടാണ് അരുണ് ഏറ്റവും കൂടുതൽ വിനീതയും ഒക്കെ തന്നെ ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറായത്. അതിനുശേഷം അമ്മയും 2ാമത്തെ മകളാകുന്ന സമയത്തും ആ നാടുമായി കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും യാദർശികമായെങ്കിലും അവിടെ പൊതുദർശനത്തിനായി അരുണിൻ്റെ മൃതശരീരം വെച്ചത്. അവിടെ നിന്നും സ്വന്തം നാടായ 37 വർഷക്കാലം ജനിച്ച നാൾ മുതൽ കണ്ട ഉഴമലക്കയിലെ കുരിയാത്തിയിലെ നാട്ടിലേക്ക് എത്തുമ്പോൾ 100 കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അമ്മമാരും അടക്കമുള്ള എല്ലാ പ്രായത്തിലുമുള്ള എല്ലാ ആൾക്കാരും ഒക്കെ തന്നെ അവിടെ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നു. അവിടെ കണ്ണീരോടെ നിൽക്കുകയാണ്. എല്ലാവരും കരയുന്നുണ്ട്. അരുണിൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, എല്ലാവരും കരയുന്നുണ്ട്. നാട്ടുകാർ കരയുന്നുണ്ട്, സഹപാഠികൾ കരയുന്നുണ്ട്, സുഹൃത്തുക്കൾ കരയുന്നുണ്ട്, സഹപ്രവർത്തകർ, പഴയകാല സഹപ്രവർത്തകരൊക്കെ തന്നെ കരയുന്നുണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവിടെ നിന്ന് ശബ്ദമിടറി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പലരും വന്ന് നമ്മളോട് സംസാരിച്ചത്, നിങ്ങൾക്കൊരു മരണം കാണുമ്പോൾ അത് എത്രമാത്രം സങ്കടത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെയും 100 മടങ്ങാണ് കൂടെയുണ്ടായിരുന്ന, കളിച്ചു നടന്ന, പഠിക്കാനുണ്ടായിരുന്ന, ജോലി സമയത്തുണ്ടായിരുന്ന നമ്മുടെ അരുണിനെ, സാബുവിനെ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്ന ആ കാഴ്ച പറയുമ്പോഴൊക്കെ തന്നെ വലിയ സങ്കടം, വലിയ സങ്കടത്തിൻ്റെ നേർക്കാഴ്ച കാണേണ്ടി വന്ന നിമിഷങ്ങളായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ വാർത്തകളിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഈ അപകടം നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം യുക്രൈൻ യുദ്ധ സമയത്താണ് കേരളത്തിൽ നിന്നും എത്ര അധികം വിദ്യാർത്ഥികളാണ് ഈ വിദേശത്ത് പഠിക്കുന്നതിലേക്ക് വേണ്ടി പോയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ അവിടെ അകപ്പെട്ടിട്ടുണ്ട്, ജോലിക്ക് പോയവർ അവിടെ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്രമാത്രമാണ് അതിൽ ആശങ്കപ്പെട്ടത്. അതിൽ ആദ്യം ഇന്ത്യക്കാരെന്ന് കേട്ടു, നമ്മൾ ഭാരതീയരെന്ന് കേട്ടു. തൊട്ടു പുറകെ വന്ന വാർത്ത ആ സമയത്ത് വിദ്യാർത്ഥികൾ, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, മെഡിക്കൽ പഠനത്തിന് പോയ 100 കണക്കിന് വിദ്യാർത്ഥികൾ അവിടെയുണ്ട് എന്നതാണ് നമ്മൾ കേട്ട വാർത്ത. അതിനുശേഷം പാലസ്തീൻ യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ കേട്ടത് മലയാളികൾ അവിടെയുണ്ട് എന്നതാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊഴിൽ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ സ്വന്തം നാട് ഉപേക്ഷിച്ച്, ബന്ധുക്കളെ ഉപേക്ഷിച്ച്, അമ്മയെ ഉപേക്ഷിച്ച്, അച്ഛനെ ഉപേക്ഷിച്ച്, ഭാര്യയെ ഉപേക്ഷിച്ച്, കൺമണികളെ പോലെ കരുതേണ്ട മക്കൾ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി സ്വപ്നങ്ങളും മോഹങ്ങളും ആ ജീവിതാഭിലാഷങ്ങളും എല്ലാം തന്നെ ഏറ്റുവാങ്ങി ആ നാട്ടിലേക്ക്, മറ്റൊരു നാട്ടിലേക്ക് കടൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു മലയാളിയുടെ കുടുംബത്തെ കാണേണ്ടി വരുന്ന, ഒരു മലയാളിയായ ഒരു യൗവനത്തെ കാണേണ്ടി വരുന്ന
കാഴ്ച നമ്മൾ ഓരോരുത്തരും കാണുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്തവണത്തെ ഇപ്പോൾ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ് പ്രവാസി ലോക കേരള സഭ സർക്കാർ സംഘടിപ്പിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏകദേശം 31ഓളം വരുന്ന മലയാളികൾ വിദേശ രാജ്യത്ത് തൊഴിലിന് വേണ്ടി പോയി, വിദേശ രാജ്യത്ത് സ്വന്തം നാട്ടിൽ സേവനമനുഷ്ഠിക്കാൻ കഴിയാതെ, സ്വന്തം നാട്ടിൽ തൊഴിലെടുക്കാൻ കഴിയാതെ, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ, സ്വന്തം നാട്ടിൽ അധ്വാനിക്കാൻ കഴിയാതെ മറ്റൊരു രാജ്യത്തേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളിയുടെ മുമ്പിലാണ് സർക്കാർ ലോക കേരള സഭ എന്ന ഇന്ന് അതിന് തിരിതെളിച്ചത് നിമിഷം കൂടിയാണ്. കാരണം കേരളത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയും കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഒക്കെ തന്നെ പല ജില്ലകളിലായി നിരവധി ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രി പ്രവാസികളുടെ ഉന്നമനത്തിനായി ലോക കേരള സഭയ്ക്ക് തിരിതെളിച്ചതെന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ വൈകുന്നേരങ്ങളിൽ ഉണ്ടായി എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു രാഷ്ട്രീയമായൊരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ ചിത അണഞ്ഞു തീർന്നിട്ടില്ല. ഓരോ വീടുകളിൽ 12 പേരുടെ മൃതദേഹമാണെന്ന് സംസ്കരിച്ചത്.